ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ന്യൂ ടെക്സ്റ്റ് ബേസ്ഡ് ആണ് കേട്ടോ. സെക്കൻഡ് ടൈം ഇവാലുവേഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് കേട്ടോ. എന്താണ് ആക്ടിവിറ്റി 1 നോക്കിയേ. വാട്ട് ആർ ദ 3 മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ? എന്താണ് 3 മെത്തേഡ്, ഹീറ്റ് ട്രാൻസ്മിഷന്റെ 3 മെത്തേഡ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഡിഫൈൻ ഈച്ച് ബ്രീഫ്ലി, ഓരോന്നും എന്താണ് ബ്രീഫായിട്ട് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ 3 മെത്തേഡ് ഹീറ്റ് ട്രാൻസ്മിഷന്റെ? നോക്കൂ. 3 മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ. കണ്ടക്ഷൻ, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ എ സോളിഡ് വിത്തൗട്ട് ദ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. പിന്നെ സെക്കൻഡ് കൺവെക്ഷൻ, transfer of heat through a fluid, liquid or gas due to the movement of particle. Next in the radiation, transfer of heat through electromagnetic waves without requiring a medium. Okay, then next നോക്കൂ, complete the table. ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്മിഷൻ മെത്തേഡും എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ കണ്ടക്ഷൻ എന്താ തന്നിട്ടുണ്ട്, എന്താ എക്സാമ്പിൾ? ഹീറ്റ് ട്രാവലിംഗ് ത്രൂ എ മെറ്റൽ റോഡ്. അങ്ങനെ ആവുമ്പോ എന്താണ് ഈ കൺവെക്ഷൻ? എന്താണ് കൺവെക്ഷൻ? ബോയിലിംഗ് വാട്ടർ ഇൻ എ പോട്ട്. റേഡിയേഷൻ എക്സാമ്പിൾ എന്താണ്? ഹീറ്റ് ഫ്രം ദ സൺ അല്ലെ, ഇതാണ് കേട്ടോ അതിന്റെ എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് നോക്കൂ. വൈ ആർ കുക്കിംഗ് പോട്ട്സ് മെയ്ഡ് ഓഫ് മെറ്റൽസ് ബിൽട്ട് ദെയർ ഹാൻഡിൽസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്? എന്തുകൊണ്ടാണ് കുക്കിംഗ് പോട്ടിന്റെ മെറ്റൽസിനോടാണ് എന്താക്കുന്നത്? പോട്ട്, കുക്കിംഗ് പോട്ട് ഉണ്ടാക്കുന്നത് അല്ലെ. പക്ഷെ എന്താ അതിന്റെ ഹാൻഡിൽസ് പ്ലാസ്റ്റിക് ആക്കാൻ കാരണം എന്താണ്? യെസ്, എന്താണ്? മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് അലോയിങ് എഫിഷ്യന്റ് കുക്കിംഗ് അല്ലെ. ദെൻ എന്താണ്? ഹാൻഡിൽസ് ആർ മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് ബിക്കോസ് എന്താണ്? പ്ലാസ്റ്റിക് ഇസ് എ പുവർ കണ്ടക്ടർ പ്രിവെന്റിംഗ് ബേൺസ് വൈൽ ഹാൻഡ്ലിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ആക്ടിവിറ്റി 2 ആണ്. ലിസ്റ്റ് ദ 5 സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ഇൻ ദ കറക്റ്റ് ഓർഡർ. 5 സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻസ് ഇൻ ദ കറക്റ്റ് ഓർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് നോക്കൂ. 5 സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻസ് ഏതൊക്കെ? ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, പിന്നെന്താണ് ഇജക്ഷൻ അല്ലെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? ഡിഫൈൻ ദ പെരിസ്റ്റാൾസിസ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് റോൾ ഇൻ ദ ഡൈജസ്റ്റീവ് പ്രോസസ്. എന്താണ് പെരിസ്റ്റാൾസിസ് ആൻഡ് ഇറ്റ്സ് റോൾ? എന്താണ്? Peristalsis is the rhythmic contraction and relaxation of muscles in the alimentary canal. It helps move food through the digestive system. Okay, then നോക്കൂ. complete the flow chart ആണ് അല്ലെ. സ്റ്റേജ് എന്താണ്, പ്രോസസ് എന്താന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞു. എന്താണ് നോക്കാം നമുക്ക്. എന്താ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. എന്താ തന്നത്? ഇൻജക്ഷൻ, ഫുഡ് എൻറ്റേഴ്സ് മൗത്ത് അല്ലെ. പിന്നെന്താണ്? ഡൈജഷൻ ബിഗിൻസ് ഇൻ ദ സ്റ്റൊമക്ക്. ഏതാ ഇവിടെ വരിക? ഡൈജഷൻ ആണ് വരിക അല്ലെ. ഇനി അബ്സോർപ്ഷൻ എന്താണ്? അബ്സോർപ്ഷൻ വരുന്നത് എന്താണ്? ഇൻജക്ഷൻ, ഫുഡ് എൻറ്റേഴ്സ് ദ മൗത്ത്. ഡൈജഷൻ ബിഗിൻ ഇൻ ദ സ്റ്റൊമക്ക്. പിന്നെ അബ്സോർപ്ഷൻ വരുന്നത് ന്യൂട്രിയൻസ് അബ്സോർബ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അസിമിലേഷൻ എന്താണ്? ന്യൂട്രിയൻസ് യൂട്ടിലൈസ്ഡ് ബൈ ബോഡി സെൽ. ഇജക്ഷൻ എന്താണ്? വേസ്റ്റ് എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. എന്താണ്? വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ബോഡി ടെമ്പറേച്ചർ? വാട്ട് ഇസ് എ നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ? യെസ്, എന്താണ്? ക്ലിനിക്കൽ തെർമോമീറ്ററിനോടാണ് എന്ത് ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുക അല്ലെ. നോർമൽ ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ഓർ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? മാച്ച് ദ ഫോളോയിങ് അല്ലെ. മാച്ച് ദ ഫോളോയിങ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻസ്ട്രുമെന്റ് യൂസ്. ക്ലിനിക്കൽ തെർമോമീറ്റർ എന്താണ്? മെഷർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. പിന്നെ ലബോറട്ടറി തെർമോമീറ്റർ മെഷർ ബോഡി ടെമ്പറേച്ചർ. അപ്പൊ ഇതിൽ ഏതാണ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്താണ്? മെഷർ ബോഡി ടെമ്പറേച്ചർ അല്ലെ. ബോഡി ടെമ്പറേച്ചർ എന്താണ് മെഷർ ചെയ്യാനാണ് ഇത് ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് അല്ലെ. ലബോറട്ടറി തെർമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെഷർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അറിയാനാണ് ലബോറട്ടറി തെർമോമീറ്റർ അല്ലെ. ദെൻ വൈ കാണ്ട് ക്ലിനിക്കൽ തെർമോമീറ്റർ ബി യൂസ്ഡ് ടു മെഷർ ബോയിലിംഗ് വാട്ടർ? എന്തുകൊണ്ടാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ ഹാസ് എ ലിമിറ്റഡ് റേഞ്ച് 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ക്യാൻ ബ്രേക്ക് വെൻ എക്സ്പോസ് ടു ഹൈ ടെമ്പറേച്ചർ ലൈക്ക് ബോയിലിംഗ് വാട്ടർ. ബോയിലിംഗ് വാട്ടറും അങ്ങനത്തെ ഇതിലൊക്കെ ഹൈ ടെമ്പറേച്ചറിലാക്കിയാൽ എന്താവും? ഇത് ക്ലിനിക്കൽ തെർമോമീറ്റർ പൊട്ടിപ്പോകില്ല. അതുകൊണ്ടാണ് എന്ത് ബോയിലിംഗ് വാട്ടറിൽ എന്താണ് ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കാത്തത് അല്ലെ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ. എന്താണ്? ആക്ടിവിറ്റി 4 ആണ് അല്ലെ. കൺസ്ട്രക്ട് എ സിമ്പിൾ ഡയഗ്രാം ഓഫ് ദ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ലേബൽ ദ ഫോളോയിങ് പാർട്സ്. നോസ്ട്രിൽസ്, ട്രാക്കിയ, ബ്രോങ്കി, alveoli and diaphragm അല്ലെ. എന്താ
അപ്പൊ നിങ്ങൾ എന്താക്കുക, ഒരു സിമ്പിൾ ഡയഗ്രാം വരയ്ക്കുക കേട്ടോ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ. എന്നിട്ട് ഇതൊക്കെ അടയാളപ്പെടുത്തുക കേട്ടോ. നോസ്ട്രേലിയം, ട്രാക്കിയും, ബ്രോങ്കിയും, അൽവേലിയോ എന്താണ്, പിന്നെ അത് ഡയഫ്രൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തുക. ഡ്യൂറിങ് ഇൻഹേലേഷൻ വാട്ട് ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദ തൊറാസിസ് കേവിറ്റി? നോക്കൂ, ചേഞ്ചസ് ഡ്യൂറിങ് ഇൻഹേലേഷൻ എന്താണ്? ദ ഡയഫ്രം കോൺട്രാക്ട് ആൻഡ് മൂവ്സ് ഡൗൺവേർഡ് അല്ലെ. പിന്നെന്താണ്? ദ റിബ് കേജ് എക്സ്പാൻസ് ഇൻക്രീസിംഗ് ദ വോളിയം ഓഫ് ദ thoracic cavity. Okay, then next എന്താണ്? complete the table with the difference between inhaled and exhaled air. inhaled പറഞ്ഞാൽ ഉള്ളിലോട്ട് അല്ലേ, exhaled പറഞ്ഞാൽ പുറത്തേക്ക്. അപ്പൊ എന്താണ് കമ്പോണന്റ്? ഇൻഹേൽഡ് എയർ എത്രയാണ് ഓക്സിജൻ എടുക്കുന്നത്? 21 ആണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് 0.04 ആണ്. അപ്പൊ എക്സൈൽഡ് എയറിൽ എത്ര വരുന്ന ഓക്സിജൻ നോക്കിയേ? 16 ആണ് അല്ലെ, 16% ആണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? 4% ആണ് അല്ലെ. ദെൻ നെക്സ്റ്റ് നോക്കൂ, എന്താണ് അടുത്ത് വന്നിരിക്കുന്നത്? ആക്ടിവിറ്റി 5 ആണ് അല്ലെ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ പെരിസ്കോപ്പ്. Working principle of periscope. A periscope uses two mirrors placed at an angle of 45 degree. Light reflect from one mirror to the other, allowing object to be seen over obstacle. Okay. Then next നോക്കൂ, the angle of incidence is equal to the angle of reflection. True ആണോ false ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? angle of incidence is equal to angle of reflection ആണ്. Yes, true ആണ് അല്ലേ. Then next അടുത്ത് നോക്കേ, a periscope works on the principle of refraction. ശരിയാണോ? ഫാൾസ് ആണ് അല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ റോൾ ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഇൻ ഫോമിംഗ് ഇമേജസ് ഇൻ എ കെലിഡോസ്കോപ്പ്. ഏതാണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് കെലിഡോസ്കോപ്പ് എന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഒക്കേഴ്സ് ഇൻസൈഡ് എ കെലിഡോസ്കോപ്പ് ഡ്യൂ ടു മിറേഴ്സ് പ്ലേസ്ഡ് അറ്റ് ആംഗിൾസ്. ദിസ് ക്രിയേറ്റ്സ് ബ്യൂട്ടിഫുൾ ആൻഡ് സിമെട്രിക്കൽ പാറ്റേൺസ് വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ ദ ഓപ്പൺ എൻഡ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ആക്ടിവിറ്റി 6 ആണ് കേട്ടോ. കമ്പയർ ദ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. ലാൻഡ് ബ്രീസും സീ ബ്രീസും ഒക്കെ നമ്മൾ പഠിച്ചാണ് അല്ലേ. റൈറ്റ് വൺ കീ ഡിഫറൻസ് ഫോർ എ ഡേ ആൻഡ് നൈറ്റ്. അപ്പൊ അതിന്റെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ് കമ്പാരിസൺ നോക്കുക കേട്ടോ. ഡേല് ലാൻഡ് ബ്രീസ് എയർ മൂവ്സ് ഫ്രം ലാൻഡ് ടു സീ. ലാൻഡ് ബ്രീസ് പറയുമ്പോൾ ലാൻഡ് ടു സീയിലേക്കാണ് കേട്ടോ ഡേല്. നൈറ്റിലാണെങ്കിലോ എയർ മൂവ് ചെയ്യുന്ന എവിടെയാണ്? ഫ്രം സീ ടു ലാൻഡ്, നേരെ ഓപ്പോസിറ്റ് അല്ലേ, സീ ബ്രീസ്. ദെൻ നെക്സ്റ്റ് നോക്കൂ, നൈറ്റിലാണെങ്കിൽ ലാൻഡ് ബ്രീസ് എന്താണ്? എയർ മൂവ്സ് ഫ്രം ലാൻഡ് ടു സീ. സീ ബ്രീസ് എന്താണ്? നോട്ട് അപ്ലിക്കബിൾ അല്ലേ. എന്താ ഇവിടെ പറഞ്ഞത്? ഡേയിലി ലാൻഡ് ബ്രീസ് എന്താവും? എയർ മൂവ്സ് ഫ്രം ലാൻഡ് ടു സീ ആണ് അല്ലെ. എയർ മൂവ് ചെയ്യുന്ന എന്താണ്? ലാൻഡിൽ നിന്ന് സീയിലേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. അത് എന്താണ്? ലാൻഡ് ബ്രീസ്. നൈറ്റിലാണെങ്കിലോ എയർ മൂവ്സ് ഫ്രം ലാൻഡ് ടു സീ ആണോ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഡിഫറൻസ് പറയാൻ പറഞ്ഞത്. ഡേയും നൈറ്റ് നമ്മൾ ഒരു ഡിഫറൻസ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് അല്ലെ, എയർ മൂവ്സ് ഫ്രം ലാൻഡ് ടു സീയും സീ ബ്രീസോ എയർ മൂവ്സ് ഫ്രം സീ ടു ലാൻഡ്. പിന്നെ അടുത്ത എന്താണ്? നൈറ്റിൽ ലാൻഡ് ബ്രീസ് എന്താണ്? എയർ മൂവ്സ് ഫ്രം ലാൻഡ് ടു സീ. പിന്നെ സീ ബ്രീസ് എന്താണ്? നോട്ട് ആപ്ലിക്കബിൾ ആണ് അല്ലെ. ദെൻ why does sand heat up and cool down faster than water? Sand has a lower specific heat capacity, so it heats up and cools down quickly compared to water. Illustration of sea breeze includes label for sea, land, warm air rising, cool air descending. Okay. Then അടുത്ത activity 7 എന്താണ്? ഡയഗ്രാം വെക്കാനാണ്. നിങ്ങൾ ഡയഗ്രാം ചെയ്യുക കേട്ടോ. ദെൻ ആക്ടിവിറ്റി 7 ആണ്. വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ബ്ലഡ് ആൻഡ് വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്? റെഡ് ബ്ലഡ് സെൽസിന്റെ ഒക്കെ എന്താണ് മെയിൻ കമ്പോണന്റ് എന്താണെന്നും അതുപോലെ റെഡ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻ കമ്പോണൻസ് ഓഫ് ബ്ലഡ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് എന്താ? കമ്പോണന്റ് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട് അല്ലെ, RBCS എന്ന് പറയും. വൈറ്റ് ബ്ലഡ് സെൽ ഉണ്ട്, WBCS അല്ലെ. പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മയൊക്കെ ഉണ്ട്. ഫംഗ്ഷൻസ് ഓഫ് റെഡ് ബ്ലഡ് സെൽ എന്താണ്? ക്യാരി ഓക്സിജൻ ടു ബോഡി ടിഷ്യൂ ആൻഡ് റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? സജസ്റ്റ് ടു വേ ടു മെയിൻറ്റെയിൻ ഹെൽത്തി circulatory system. എന്താ? 2 ways of maintain healthy circulatory system: the regular exercise, eating a balanced diet low in fats and sugars. Okay. Then next എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. fill in the blanks ആണ് അല്ലെ. ബ്ലഡ് കമ്പോണന്റ് ഫംഗ്ഷൻസ്. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്ലേറ്റ്ലെറ്റ് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. അതുപോലെ എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസിന്റെ എന്താണ്? ഫൈറ്റ് ഇൻഫെക്ഷൻസ് ആൻഡ് ബിൽഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ. ഇത് തന്നതാണ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി 8 ആണ് കേട്ടോ. വൈ എ ട്രാൻസ്പാരന്റ് ഒബ്ജക്ട് ലൈക്ക് ഗ്ലാസ് യൂസ്ഡ് ഇൻ വിൻഡോസ് ബട്ട് ട്രാൻസ്ലൂസന്റ് മെറ്റീരിയൽസ് ലൈക്ക്
ഫ്രോസ്റ്റഡ് ഗ്ലാസ് യൂസ്ഡ് ഇൻ ബാത്റൂം. ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. വൈറ്റ് ബ്ലഡ് സെൽസിന് അതുപോലെ പ്ലേറ്റ്ലെറ്റ് ഹെൽപ്പ് ഇൻ ബ്ലഡ് കോട്ടിംഗ് എന്നൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ വൈ ആർ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് ലൈക്ക് ഗ്ലാസ് യൂസ്ഡ് ഇൻ വിൻഡോസ് ബട്ട് എ ട്രാൻസ്ലൂസന്റ് മെറ്റീരിയൽസ് ലൈക്ക് ഫ്രോസ്റ്റഡ് ഗ്ലാസ് യൂസ്ഡ് ഇൻ ബാത്റൂം. എന്തുകൊണ്ടാണ് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് നമ്മൾ എന്താണ് വിൻഡോ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ എന്താണ് ബാത്റൂമിൽ അത് ഉപയോഗിക്കുന്നില്ല? വൈ? എന്താണ്? Transparent glass allow maximum light to pass through, making it suitable for windows. Frosted glass is translucent, offering privacy while allowing some light to pass, ideal for bathroom. Okay, then next എന്താണ്? ക്ലാസിഫൈ ദ ഫോളോയിങ് ഒബ്ജക്റ്റ് ആസ് ട്രാൻസ്പാരന്റ്, ട്രാൻസ്ലൂസെന്റ് ഓർ ഒപ്പാക്ക്. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ട്രാൻസ്പാരന്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ലൈറ്റ് നന്നായി കടത്തി വിടുന്ന സാധനം അല്ലേ? ട്രാൻസ്ലൂസെന്റ് എന്താണെന്ന് പഠിച്ച് ഒപ്പാക്കും പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഓരോന്നും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ബട്ടർ പേപ്പർ ഏതാണ്? ട്രാൻസ്ലൂസെന്റ് ആണ് അല്ലേ? മിറർ ഒപ്പാക്ക് ആണ്. ക്ലിയർ വാട്ടർ ട്രാൻസ്പാരന്റ് ആണ്. വുഡ് ഒപ്പാക്ക് ആണ് അല്ലേ? തീരെ കടത്തി വിടാത്തതാണ് ഒപ്പാക്ക് അല്ലേ? Then next നോക്കൂ, how can you make transparent glass sheet opaque? Write two method. How can you make a transparent glass sheet opaque? എങ്ങനെ എന്താക്കുക? ടു മെത്തേഡ് ടു മേക്ക് ട്രാൻസ്പാരന്റ് ഗ്ലാസ് ഒപ്പാക്ക്. എന്താണ്? അപ്ലൈ ഫ്രോസ്റ്റിംഗ് ഓർ എച്ചിങ് ഓൺ ദ ഗ്ലാസ് സർഫേസ്, കവർ ദ ഗ്ലാസ് വിത്ത് എ ഡാർക്ക് ഓർ ഒപ്പാക്ക് ഫിലിം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നിങ്ങളെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററൊക്കെ നന്നായി പഠിക്കുക. ഇതൊരു മോഡലാണ്. എന്താണ് ഇതിലുള്ള എക്സാമിൻ്റെ ഒരു മോഡൽ ഇവിടെ തന്നതേ ഉള്ളൂ കേട്ടോ. നന്നായി പഠിച്ചിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.